പ്രസിഡന്റ് അദ്ദേഹം രക്ഷകർത്താക്കളുടെ പ്രതിനിധിയാണ്. അദ്ദേഹം നമ്മോടൊപ്പം തത്സമയമുണ്ട്. ഒന്ന് കേൾക്കണം അദ്ദേഹത്തിന്റെ വേർഷൻ. എന്താണ് സാർ, എന്താണ് ഇങ്ങനെ അത്തരം ചില തീരുമാനങ്ങൾ ഉണ്ടായോ, അല്ലെങ്കിൽ അത്തരം ചില നടപടികൾ ആ കുട്ടിക്കെതിരെ സംഭവിച്ചോ അവിടെ? ഒരു വിഷയം ഉണ്ടാകുമ്പോ ആരും പറയുന്ന ഒരു കാര്യമാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതായിട്ട് കണ്ടാൽ മതി. ഒരിക്കലും ഈ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഈ സ്കൂളിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് പോലും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അത് ഈ പറയുന്ന സ്കൂളിനെ തകർക്കുന്നതിന്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ ചർച്ചയിൽ വന്നിരുന്ന ഇങ്ങനെ ഇല്ലാവചനങ്ങൾ വിളിച്ചു പറയുന്നത്. ഞാൻ അതിന്റെ തെളിവ് കാണിക്കണോ? പി ടി എ പ്രസിഡന്റ് അതിന് തെളിവ് കാണിക്കണോ? നിങ്ങൾ അവിടുത്തെ ഈ തെളിവ് വേണോ? തെളിവ് ഞാൻ കാണിക്കാം. ഞാനോ ഒരു മിനിറ്റ് തെളിവ് കാണിക്കുമ്പോ ആരെങ്കിലും എവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞ് ബൈറ്റും കൊണ്ടുവന്ന് തെളിവ് കാണിക്കരുത്. ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. നിങ്ങൾ എന്തായാലും വഴിയിൽ നിന്ന് ആരെങ്കിലും പറയുമ്പോൾ അതെല്ലാം ഈ പറയുന്ന മാനേജ്മെന്റ് സ്കൂൾ ഏറ്റെടുക്കണമെന്നാണോ? മാനേജർ പറഞ്ഞിട്ടുണ്ടോ? പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുണ്ടോ? വൈസ് പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുണ്ടോ? പി ടി എ ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയുന്നത് അവിടെ നിങ്ങള് എവിടെയെങ്കിലും ആരെങ്കിലും നിന്നിട്ട് ഒരു ബൈറ്റ് കൊടുത്തിട്ട് അത് ഈ സ്കൂളിന്റെ ഭാഗമാക്കാൻ ഞാൻ നടക്കണ കാര്യമാണോ? അവര് ഇവിടെ നിന്ന് ഒരു രക്ഷകർത്താവ് നമ്മുടെ അവിടെ നിന്ന് സാധാരണ വരുമ്പം അവരെ എങ്ങനെ കാണുന്നത്? ഇതുപോലെ വെളിയിൽ നിർത്തിയ ഇത് കാണുന്നുണ്ടോ? ഇത് വെളിയിൽ നിർത്തിയിട്ട് അവിടെ താണ്ട് ഇപ്പൊ പി ടി എ പ്രസിഡന്റ് ഇതിനകത്തുണ്ട്. പക്ഷേ ഇത് നോക്കിയോ, അതിനകത്ത് ഈ രക്ഷകർത്താവിനെ പിടിച്ചു തള്ളുക. അവര് ഫീസ് കൊടുത്ത് പഠിക്കുന്ന ഒരു സ്കൂളില് കുട്ടിയുടെ നോക്ക് ഇതാണ് കാണുന്നുണ്ടോ? നമുക്ക് ഇന്നലെ ലഭിച്ച ഒരു വീഡിയോ ദൃശ്യമാണ്. അവിടെ ചെറിയ അതെ അത് പുറത്ത് ഇതല്ല. താങ്കൾ നീക്കി അയച്ചു തരും. പുറത്ത് നിർത്തി അയച്ചുതരാം. ഇപ്പൊ തന്നെ അയച്ചുതരാം. ഞാൻ പറയട്ടെ, ഇത് പുറത്ത് നിർത്തിയിട്ട് ഒരു രക്ഷകർത്താവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂൾ ഇദ്ദേഹം പി ടി എ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത്. ആ സ്കൂളിന്റെ മാന്യത എന്താ? ഒരു അധ്യാപകർ വരുമ്പോൾ അല്ലെങ്കിൽ പിന്നെ രക്ഷകർത്താക്കൾ വരുമ്പം എവിടെ നിർത്തിയാ സംസാരിക്കണ്ടേ? ഓഫീസിൽ നിർത്തിയിട്ടാണോ സംസാരിക്കണ്ടേ? ഇവരെങ്ങനെ പിന്നെ വെയിലത്ത് നിന്ന് സംസാരിക്കേണ്ടി വരുന്നു? അല്ല, രക്ഷകർത്താക്കൾ മാത്രമാണോ ദൃശ്യങ്ങൾ? ഇതൊക്കെ ഒരു മര്യാദയുള്ള ഒരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ നാട്ടില്. ശ്രീ അൻസാരി, രക്ഷകർത്താക്കൾ മാത്രമാണോ ദൃശ്യങ്ങൾ? അത് രക്ഷകർത്താക്കളെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. അല്ലെ പി ടി പ്രസിഡന്റ് വരട്ടെ. അതാണ് പ്രശ്നം. ഒരു 10-5 പേര് വന്നിട്ട് പേര് വന്നിട്ട് സ്കൂളിന്റെ സമാധാനം ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥലമാണ്. പിന്നെ അവരെ താരം നൽകി സ്വീകരിച്ച് അകത്ത് കയറ്റി ഇരുത്തി ലഡുവും കൊടുത്ത് വഴിയിൽ നിന്ന് സംസാരിക്കേണ്ട കാര്യമില്ല. ഓഫീസ് കൃത്യമായിട്ട് അറിയാമല്ലോ. ഓഫീസ് കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളല്ലേ ഈ വന്നിരിക്കുന്നത്. രക്ഷകർത്താവ് ഓഫീസിലേക്ക് വന്ന് ഫീസ് അടയ്ക്കുകയും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് രക്ഷകർത്താവിന് നല്ല ബോധ്യമുണ്ടല്ലോ. പിന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി എന്നൊക്കെ പറയുന്നത് റെപ്യൂട്ടഡ് സ്കൂളിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതല്ലേ? ഇതാണ് ശ്രീജിത്ത്. ഈ തരത്തിലാണ് ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി എന്തൊക്കെ ധരിപ്പിക്കുന്നു, മറ്റെന്തോ ധരിക്കുന്നു, കുട്ടിയെ പുറത്താക്കിയെന്ന് റിപ്പോർട്ട് കൊടുക്കുന്നു. ഇത് എന്തൊരു സിസ്റ്റമാണെന്നാണ് മനസ്സിലാവുന്നത്. മന്ത്രി ധരിപ്പിച്ചിട്ടല്ല രഞ്ജിത്തെ നമ്മൾ